അതൊക്കെ മുസ്ലിം ലീഗ് തരാതരം പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ് മുസ്ലിം സമുദായത്തിനിടയിൽ. അതുപോലെ തന്നെ ക്രൈസ്തവ നേതാക്കൾ ക്രൈസ്തവ സമുദായത്തിനിടയിൽ അവർക്ക് അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് വരുമ്പോൾ പ്രചരിപ്പിക്കുന്ന കാര്യമാണ്. 1967 കേരളത്തിൽ ആദ്യമായി മുസ്ലിം ലീഗ് അധികാരത്തിൽ വരുന്നത്. അത് ഒന്നാം പിണറായി സർക്കാരിന് ശേഷം, ഒന്നാം EMS സർക്കാരിന് ശേഷം രൂപം കൊണ്ട രണ്ടാം EMS സർക്കാരിലാണ്. ആ രണ്ടാം EMS സർക്കാരിൽ അന്ന് മുസ്ലിം ലീഗ് തൊപ്പിവെച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ആ മന്ത്രിസഭയിൽ അള്ളാഹുവിൻ്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അവരെ ആരും വിലക്കിയില്ല. എന്നാൽ അവർ തന്നെ ഇടതുപക്ഷത്തെക്കാൾ മതനിരപേക്ഷം എന്ന് പറയുന്ന ഒരു സർക്കാരിൽ എങ്ങനെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ വരെ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ലീഗ് MLA-മാർ, ലീഗ് മന്ത്രിമാർ എന്താണ് അള്ളാഹുവിനെ വിട്ട് ദൈവത്തിലേക്ക് മാറിയത്? എന്താണ് തൊപ്പി മാറ്റിയത്? അതിനു മാത്രം എന്ത് പ്രത്യേക സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്? ഇടതുപക്ഷം ഭരിക്കുമ്പോൾ പോലും അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ ലീഗ് MLA-മാർക്ക് യാതൊരു മടിയും ഉണ്ടായിട്ടില്ലല്ലോ. അവർക്കതിന് പ്രതികൂലമായ ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. അവരാ കാര്യം വ്യക്തമാക്കണം. ഇപ്പോൾ BJP രാജ്യം ഭരിക്കുന്നത് കൊണ്ട്, BJP-യുടെ ഗവർണർ കേരളത്തിൽ സത്യപ്രതിജ്ഞ ചൊല്ലിത്തരുന്നത് കൊണ്ട് ഞങ്ങളുടെ മന്ത്രിമാർക്ക് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നു, അള്ളാഹുവിനെ ഉപേക്ഷിക്കേണ്ടി വന്നു, അതുപോലെ തന്നെ തൊപ്പി ഞങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു എന്നുള്ള കാര്യം ലീഗ് വ്യക്തമാക്കട്ടെ. അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ സംജാതമായിട്ടുണ്ടോ? അവർ വളരെ തെറ്റായൊരു മെസ്സേജാണ് ജനങ്ങൾക്ക് നൽകുന്നത്. തൊപ്പി വെച്ച് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ നടക്കുന്നുണ്ട്. അവരോടൊക്കെ ഇനി പറയാൻ പോകുന്നത് തൊപ്പി ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല. ലീഗുകാർ ഇതുവരെ തൊപ്പി വെച്ചായിരുന്നു സത്യപ്രതിജ്ഞ നടത്തിയിരുന്നത്. അള്ളാഹു എന്ന് നിങ്ങൾ പറയേണ്ടതില്ല, പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്ത്. ദൈവം എന്ന് പറഞ്ഞാൽ തന്നെ അത് പർപ്പസ് പൂർത്തിയാകും എന്ന് കരുതുന്ന ആളാണ് ഞാൻ. 2006 ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവനാമത്തിലാണ്. അന്ന് അതിനെ ശക്തമായി എതിർത്തവരാണ് മുസ്ലിം ലീഗുകാർ. അന്ന് ഞാൻ പിന്തുടർന്ന വഴി തെറ്റാണെന്ന് പറഞ്ഞവർക്ക് ആ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടി വന്നതിൻ്റെ കാരണം എന്താണ് എന്ന് അവർ വ്യക്തമാക്കണം.